ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. അത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. എൻ്റെ ചെറിയ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്. എന്നുവെച്ചാൽ വർഷങ്ങൾ നീണ്ട പരിചയമാണ്, പക്ഷേ കുഞ്ഞു ജീവിതമാണ്. അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം, നമ്മളെല്ലാവരും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരാണ്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ചും സഹിച്ചും അവരോടൊപ്പം ജീവിതകാലം മുഴുവനും പങ്കിടുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും ഭർത്താക്കന്മാരോട് സ്നേഹം തന്നെയാണ്. അവരവരുടെ ഭർത്താവിനോട് എല്ലാവർക്കും സ്നേഹമുണ്ട്. പക്ഷേ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നമ്മൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരെ ഒരു കരയ്ക്കെത്തിക്കുന്ന ഒരച്ഛൻ. അതായത് ഇല്ലായ്മയിലും ഉള്ളതിലും രണ്ടിലും മക്കളെ പഠിപ്പിക്കുന്ന അച്ഛന്മാരുണ്ട്. പക്ഷേ അതിൽ തന്നെ കുറച്ചും കൂടെ ഒരു കൂടുതൽ എടുത്ത് നമുക്ക് പറയാൻ തോന്നുന്നത് ഇല്ലായ്മയിൽ, അതായത് വലിയ സാമ്പത്തികമൊന്നുമില്ല, ആവറേജ് ഒരു കുടുംബം, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അങ്ങനെയുള്ളൊരു ഭർത്താവാണെങ്കിൽ അവർക്കുണ്ടാവുന്ന മക്കളെ, അത് ഒരാളെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ആണിനെയും പെണ്ണിനെയും ഒരേപോലെ ഒരേ പ്രൊഫഷൻ പഠിപ്പിച്ച് അതിൽ സക്സസ് ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരച്ഛൻ. അപ്പോൾ ആ അച്ഛൻ എടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന്, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന്, അല്ലെങ്കിൽ തൻ്റെ ജോലിയിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളെ മറന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ പല IAS IPS ഓഫീസർമാരൊക്കെ ആവുന്നത് സാധാരണ കൂലിപ്പണിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയോ മക്കൾ ആകുമ്പോഴാണല്ലോ നമ്മളൊക്കെ അതിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നത്. കാരണം ആ ഇല്ലായ്മയിൽ നമ്മൾ അവരെ പഠിപ്പിച്ചൊരു സ്ഥാനത്തെത്തിക്കുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷെ ഒരച്ഛനുണ്ട്. ഞാനിവിടെ അച്ഛനെ ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛന് കൂടുതൽ പ്രാധാന്യം നൽകി പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മക്കളെ എല്ലാ കഷ്ടപ്പാടുകളെയും മറന്നുകൊണ്ട് കഷ്ടതകളെ അതിജീവിച്ച് ഇപ്പം 2 മക്കളുണ്ട്. ഓക്കെ, അപ്പം സാധാരണ ഒരു മോനെയോ മോളെയോ തന്നെ പഠിപ്പിക്കാൻ ഒരുപാട് എഫർട്ട് ഇടുന്ന അച്ഛനമ്മമാരുണ്ട്. പക്ഷേ അതൊന്നും അല്ലാതെ തൻ്റെ വരുമാനത്തിൽ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും എല്ലാം മറികടന്ന് ജീവിക്കുന്ന, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, അവരെ ഒരു കരയ്ക്കെത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരുണ്ട്. അപ്പം അതിലെ ഒരു അച്ഛൻ അല്ലെങ്കിൽ എന്താ പറയണ്ട, അവരുടേതായ ഒരു എഫർട്ടിനെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഓക്കെ, അപ്പോൾ അവിടെ സ്നേഹമുണ്ട്. പിന്നെ ആ ഭർത്താവിനോട് നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ മക്കളെ അവരുടെ കഷ്ടപ്പാടുകളെ മറന്ന് അവരെ ഒരു സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരച്ഛൻ. ആ അച്ഛനാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഭർത്താവിന് റെസ്പെക്റ്റും കൂടെ കൊടുക്കുന്നത്. അതിലൊരാളാവാൻ സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു.